നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. മുസ്ലിം ലീഗിലെ സാമ്പത്തിക തട്ടിപ്പുകളുടെ ആരോപണങ്ങളാണ് രാഷ്ട്രീയ ചർച്ചകളുടെ തലപ്പത്തുള്ളത്. ലീഗ് നേതാക്കൾ അണികളെ പറ്റിച്ച് പണം സമ്പാദിച്ച് ആഡംബര ജീവിതം നയിക്കുന്നുവെന്നും മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെടുന്നതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. വഖഫ് സ്വത്തുക്കൾക്കായി പ്രത്യേക ട്രിബ്യൂണൽ നിലവിൽ വന്ന മാതൃകയിൽ ലീഗ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കാനായി പ്രത്യേക ട്രിബ്യൂണൽ വേണമെന്നാണ് ഡോക്ടർ KT ജലീലിൻ്റെ ആവശ്യം. തട്ടിപ്പും തരികിടയുമൊക്കെ ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞോ? ഈ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. സാധാരണ പ്രവർത്തകരല്ല, സംസ്ഥാന, ജില്ലാ, മണ്ഡലം തല ഭാരവാഹികളാണ് ആരോപണങ്ങളിൽ കുടുങ്ങുന്നത് എന്ന വസ്തുത ലീഗിൻ്റെ ഉത്തരവാദിത്വത്തെ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ആക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും അന്വേഷിക്കുന്നത് ലീഗിലെ സാമ്പത്തിക തട്ടിപ്പുകളാണ്. സംഘടനയുടെ നിലപാടും സമൂഹത്തിൻ്റെ പ്രതിഫലനങ്ങളും കൂടി ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ൽ ഇതല്ലേ നടക്കൂ എന്നാണ് പലരും ചോദിക്കുന്നത്. ലീഗിൽ ഒന്നും ലീഗലല്ല എന്ന് പറയുമ്പോൾ മറുപടി പറയേണ്ടത് ആരാണ്? എന്താണ് ആ മറുപടി? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് V വസീഫ്, കോൺഗ്രസ് സഹയാത്രികൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവർ. ചർച്ചയിലേക്ക് പോകുന്നു. ഏറ്റവും ആദ്യം N ശ്രീകുമാർ, താങ്കളിലേക്കാണ് വരുന്നത്. ലീഗിൽ ഒന്നും ലീഗലല്ല എന്ന് ഒരു തലക്കെട്ടുണ്ട്. ഒപ്പം ഡോക്ടർ KT ജലീലിൻ്റെ ഒരാവശ്യവും ഞാൻ താങ്കളുടെ മുമ്പാകെ ഒന്നുകൂടി വയ്ക്കുകയാണ്. ഈ മുസ്ലിം ലീഗിലെ തട്ടിപ്പുകൾ വിചാരണ ചെയ്യാനായി ഒരു പ്രത്യേക ട്രിബ്യൂണൽ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പരിഹാസം വ്യക്തമാകുന്നുണ്ടോ? നോക്കൂ ഡോക്ടർ ലാലേ, ലീഗിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് KT ജലീലിന് വ്യക്തമായി അറിയാമെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള നിയമ സംവിധാനത്തെ സമീപിക്കാം. ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രതിപക്ഷത്തിലെ മുഖ്യമായ ഘടകകക്ഷിയെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് CPM-ൻ്റെ മുഖപത്രത്തിൽ 9-10 വർഷമായിട്ട് അധികാരത്തിലില്ലാതിരുന്ന UDF-ൻ്റെ അഴിമതികൾ എന്നൊക്കെ പറഞ്ഞൊരു പരമ്പര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിലില്ലാതിരുന്ന എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, അത് CPM-ൻ്റെ പത്രം തന്നെ വിശേഷിപ്പിച്ചതാണ്. അപ്പോൾ അധികാരത്തിന് പുറത്തിരിക്കുന്നവർ അഴിമതി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ലേഖന പരമ്പര തുടങ്ങാൻ തീരുമാനിച്ചത്. അപ്പം നോക്കി വന്നപ്പോൾ എന്താണ്, പഴയ കാലത്തെ CPM തന്നെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും പൊക്കിക്കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. ആയിക്കോട്ടെ, മറക്കട്ടെ. അപ്പോൾ KT ജലീൽ മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം എങ്ങനെയാണ് പോയതെന്ന് കേരളത്തിന് ഇന്ന് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആ KT ജലീൽ, അദ്ദേഹത്തിൻ്റെ മുൻ സംഘടനയാണ് മുസ്ലിം ലീഗ്. PV അൻവർ CPM മുന്നണിയിൽ നിന്ന് മാറി നിന്ന് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ചില അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ശ്രീ ജലീലിൻ്റെ ചില നിലപാടുകൾ അന്ന് ചർച്ചയായിരുന്നു. അപ്പോൾ KT ജലീലിന് മുസ്ലിം ലീഗിനോടുള്ള വിരോധം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ശരിക്കും ലീഗ് പ്രതിനിധികളാണ് അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടത്. N ശ്രീകുമാർ, ഞാൻ ഒന്ന് ഇടപെട്ട് പറയട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ ലീഗിൻ്റെ നേതാക്കൾ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചാൽ നമുക്ക് ഈ ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരങ്ങ് സമ്മതിച്ചാൽ മതി, അല്ലെങ്കിൽ അവരെല്ലാം ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തി തന്നാൽ മതി. നമുക്ക് ആ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരില്ലല്ലോ. പക്ഷേ താങ്കൾ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ നിയമ സംവിധാനത്തെ ഡോക്ടർ KT ജലീലിന് സമീപിച്ചാൽ പോരെ, അവർക്ക് എഴുതി കൊടുത്താൽ പോരെ, കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കില്ലേ എന്ന്. ഇത് തന്നെയാണ് മുസ്ലിം ലീഗിനും ഇപ്പോൾ അഭികാമ്യമായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡോക്ടർ KT ജലീൽ ഒരു വസ്തുതയും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകാൻ അവർക്കുമാകുമല്ലോ. അവർ അത് കേട്ടുകൊണ്ട് അങ്ങനെ സഹിച്ചിരിക്കുന്നത് എന്തിനാണ്? അല്ല, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ ആ ആരോപണം തെളിയിക്കാനുള്ള ബാധ്യത ഉണ്ടാകണമല്ലോ ഉന്നയിക്കുന്ന ആൾക്ക്. പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു സഹയാത്രികനാണ് KT ജലീൽ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീ വസീഫ് CPM-ൻ്റെ നേതാവാണ്, അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്, KT ജലീൽ എന്തിനു വേണ്ടിയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത്? എന്ത് പരാമർശത്തിൻ്റെ പേരിലാണ്?
അതുപോലെ തന്നെ കെ ടി ജലീലിനെ രണ്ടാമത് എന്തുകൊണ്ടാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പരാതി അംഗമാക്കാതിരുന്നത്? പറയുന്ന അപ്പോൾ ആളുകളെ ഇതൊക്കെ നമ്മൾ പഴി ആലോചിക്കും. പറയുന്നത് ഈ കോൺഗ്രസിൻ്റെയോ അങ്ങേപ്പോലെയുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളുടെയോ ഒരു ശൈലിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ താങ്കൾ ഇപ്പോൾ ഇന്നത് തുടക്കം മുതൽ ആ ഒരു ശൈലി എടുത്തതായി എനിക്ക് തോന്നുന്നു. അതായത് ഡോക്ടർ കെ ടി ജലീലിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ഒരു രീതി. അദ്ദേഹം പരാതി പറഞ്ഞു എന്നുള്ളതാണ്, മുസ്ലിം ലീഗിനെതിരായി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് താങ്കളിപ്പോൾ പറയുന്ന ആ ഒരു പാതകം, അദ്ദേഹം ചെയ്ത പാതകം. പക്ഷെ നോക്കൂ, ഈ പറയുന്ന കാര്യങ്ങളിൽ തെളിവുണ്ടല്ലോ, ഈ പറയുന്ന തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കാര്യം എന്താണ്? ഈ കവളപ്പാറ ഭൂമി പോയ ആളുകൾക്ക്, ദുരിതാശ്വാസം ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട, മുസ്ലിം ലീഗ് സഹായം കൊടുക്കാനായി വാങ്ങി എന്ന് പറയുന്ന ഭൂമി ഇപ്പോൾ അവിടെ മുസ്ലിം ലീഗിലെ പോത്തുകല്ലിലെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ ഭാര്യയുടെ പേരിലാണുള്ളത്. അവർ അവിടെ വാഴ കൃഷി ചെയ്യുന്നു. വാഴ വച്ചാൽ മതിയായിരുന്നു എന്ന് പലരെ കൊണ്ടും പറയിക്കുകയാണിപ്പോൾ. നോക്കൂ ഡോക്ടർ ലാലെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുസ്ലിം ലീഗിലെ ഓരോ നേതാവിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ മുസ്ലിം ലീഗിനോട് താല്പര്യമുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന് വരുന്നത് UDF ഘടകകക്ഷി എന്ന നിലയ്ക്കാണ്. ഞാൻ അതാ പറഞ്ഞത്, കെ ടി ജലീൽ എന്ന നേതാവിനെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ അല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. കെ ടി ജലീലിനെ എന്തുകൊണ്ട് ഉന്നയിക്കുന്നു എന്നുള്ളതിന് ഞാനൊരു പശ്ചാത്തലം പറഞ്ഞതാണ്. ആ പശ്ചാത്തലം രാഷ്ട്രീയമാണ്, അതൊരു വ്യക്തിപരമല്ല. കാരണം കെ ടി ജലീൽ എന്നുള്ളത് യൂത്ത് ലീഗിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുമായി വളരെയധികം ബന്ധമുള്ളൊരു മുസ്ലിം ലീഗ് നേതാവായിരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്നും പുറത്തു വന്ന് CPM-വുമായി കൈകോർത്ത ശേഷം അദ്ദേഹം ലീഗിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അല്ല, ഇക്കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പറയാറില്ല. അംഗമായി തുടരാൻ താല്പര്യമില്ലാത്ത ഒരാൾ അതിൽ നിന്ന് പുറത്തു വരുന്നു. ലീഗിനെ കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹവും പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരുപക്ഷെ ലീഗിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് പറഞ്ഞവർക്കൊക്കെ വലിയ രീതിയിൽ അതിശയമുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരുപാടായി. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, പല ആളുകൾക്കും വലിയ മണിമാളികകൾ തന്നെ ഉണ്ടാകുന്നു. അതൊക്കെ എവിടെ നിന്നാണ് എന്നുള്ള വരുമാനം പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ മുസ്ലിം ലീഗിനകത്ത് സംഭവിക്കുന്നു. അതിനെ കൈയടിച്ച് വിടേണ്ടി വരുന്ന ഒരു അവസ്ഥ മുസ്ലിം ലീഗ് നേതാക്കൾക്കും ഉണ്ടാകുന്നു. കോൺഗ്രസ്സിന് ഇത് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. UDF-ന് ഇതൊരു പ്രശ്നമായി കാണാനാകുന്നില്ല. പ്രതിപക്ഷത്ത് 9 വർഷമായിരുന്നിട്ട് ഇങ്ങനെയൊരു സംവിധാനം, ഈ പറയുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തേണ്ട ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, ഒരു പ്രസ്ഥാനം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അഴിമതി ചർച്ച ചെയ്യണ്ടേ? 9 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു കണ്ടുപിടുത്തമുണ്ടെങ്കിൽ നമുക്കത് കാണണ്ടേ? ഡോക്ടർ ലാലെ, ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യുന്ന കൈരളിയും CPM-ഉം മാത്രമാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയം അടുത്ത ഘട്ടത്തിൽ പറയാം. പരമമായ സത്യമാണ്. അതായത് ഞാൻ പറയട്ടെ, കൈയടിച്ചോളൂ. ഞാൻ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ അഴിമതി ആരോപണം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ലീഗിലെ ചില നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല. കാരണം അതിന് അവർക്കൊരു ആ അഴിമതിയെക്കുറിച്ച് അതൊരു സത്യസന്ധമായ രീതിയിൽ പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ദയവായി ഇത് മുഖ്യധാര മാധ്യമങ്ങളിൽ പലതും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് താങ്കൾ ആദ്യം പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അല്ല, ഞാൻ പറയട്ടെ അതായത് ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമൂഹം ചർച്ച ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. വെറുതെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സമൂഹം ചർച്ച ചെയ്യുമോ? ഇപ്പോൾ ലീഗിലത്തെ PK ഫിറോസിൻ്റെ ഒരു ഭൂമി ഇടപാടിനെ കുറിച്ചൊരു ആക്ഷേപം വന്നു. അതിന് ശ്രീ ഹരീഷ് വാസുദേവൻ എന്നൊരു വക്കീല് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ആ പണം കൊടുത്തത് എൻ്റെ അച്ഛനാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനെതിരെ ആക്ഷേപം വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്ന ആക്ഷേപങ്ങളും അഴിമതി ആരോപണങ്ങളും വേറെയാണ്. അതേപോലെ നിങ്ങൾ ആദ്യം എൻ്റെ ചോദ്യം ചോദിച്ചത് ലീഗിനെ കുറിച്ച് ആയതുകൊണ്ട് ഞാൻ ആ ലീഗിൻ്റെ കാര്യം പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ലീഗൽ ലീഗലല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, അതെ, ലീഗലൊന്നും ലീഗലല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ലീഗലല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ ലീഗലല്ല എന്ന് പറഞ്ഞവർക്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ കൊടുത്ത ടൈറ്റിൽ താങ്കൾ ശ്രദ്ധിച്ചു കാണും. ലീഗിലൊന്നും ലീഗലല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആശ്ചര്യചിഹ്നമുണ്ട്. അത് ആളുകൾ ഇങ്ങനെ പറയുന്നതിലുള്ള നമ്മുടെ ആശ്ചര്യമായിട്ടും കൂടി അതിനെ കാണാം.
അത് വ്യക്തമായി അതിൽ എല്ലാം അങ്ങനെ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലീഗിൽ പലതും ലീഗലല്ല എന്ന് ഇതിനകം പുറത്തേക്ക് വന്ന കാര്യങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാം ലീഗലല്ല എന്ന് പറഞ്ഞത് ഒരു പക്ഷേ അതിശയോക്തി കൂടിയാകാം. അങ്ങനെയാണോ എന്ന് ചോദിക്കട്ടെ, എല്ലാവരുടെ അഭിപ്രായം നമുക്ക് എടുക്കണമല്ലോ. വി വസീഫ്, നോക്കൂ, നിങ്ങളെന്താണ് ഈ കാണുന്നത്? നിങ്ങളാണ് ഭരിക്കുന്നത്. ഇപ്പോൾ 9 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്നവർ നടത്തുന്ന അഴിമതിയാണ് ചർച്ചയാവുന്നത്. ഇത് അങ്ങനെ എല്ലാവരും ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ എൻ ശ്രീകുമാർ പറയുമ്പോൾ അതങ്ങനെ അങ്ങ് വിടാമോ? ശ്രീകുമാർ സാറ് ഒരു നിഷ്കളങ്കമായി ഈ UDFൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടൊന്നായിരിക്കില്ല. ഇത് അദ്ദേഹം പറഞ്ഞു വരുന്നത് KT ജലീലിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് ഉന്നയിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ KT ജലീലിന് ഇതിലെന്ത് പ്രശ്നം? KT ജലീൽ എങ്ങനെയാണ് ലീഗ് വിടുന്നത്? നമ്മൾ അവിടെ മുതൽ തുടങ്ങണം. KT ജലീൽ എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ്, ആ നേതാവ് ആ സംഘടനക്കകത്തുള്ള ക്രമക്കേടുകളെ, അഴിമതിയെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് പുട്ടടിച്ചതിനെതിരെ അവർക്കുള്ളിൽ പരാതി കൊടുത്തു. അതിനും ഒരു മറുപടിയുമില്ലാതെ ദിവസങ്ങളും മാസങ്ങളും കാത്തുനിന്ന് പിന്നീട് പുറത്തു പറഞ്ഞു. അങ്ങനെ പുറത്തു പറഞ്ഞ് മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ മലർത്തിയടിച്ചു. നമ്മളത് കാണണ്ടേ? ആ തെരഞ്ഞെടുപ്പിൽ ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ MK മുനീർ, ഇങ്ങനെ നിരവധി നേതാക്കന്മാർ അങ്ങ് തോറ്റു. എന്താ തോൽക്കാൻ കാരണം? ജനം മനസ്സിലാക്കി, ജനം വിശ്വസിച്ചു മുസ്ലിം ലീഗ് തട്ടിപ്പ് സംഘമാണ് എന്ന്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് സുനാമിയുടെ പേരിൽ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അന്ന് ഇവർ തോറ്റു. കുറ്റിപ്പുറത്ത് തോറ്റിട്ട് പിന്നെ അവിടെ മത്സരിക്കാൻ പോലും പിന്നീട് തയ്യാറായില്ല. ആ ഭാഗത്തേക്കേ പോയില്ല, പിന്നെ വേങ്ങരയിലേക്കാണ് പോയത്. നമ്മൾ കണ്ടല്ലോ. ഇതെങ്ങനെ ഉണ്ടായി? എന്നിട്ട് KT ജലീലിനെ എന്തോ ഒരു മോശക്കാരനായി ചിത്രീകരിക്കാൻ പരിശ്രമിക്കുക. പിന്നെ ശ്രീകുമാർ സാറിനെ പോലെയുള്ള ആളുകൾ പറയുകയാണ് KT ജലീലിനെ വീണ്ടും മന്ത്രിയാക്കിയില്ല എന്ന്. KT ജലീലിനെ മാത്രമല്ല, തോമസ് ഐസക് ഇല്ലായിരുന്നോ? ശൈലജ ടീച്ചർ ഇല്ലായിരുന്നോ? MM മണി ഇല്ലായിരുന്നോ? TP രാമകൃഷ്ണൻ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ നയമാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആകാതിരുന്നത്. ആ സമയത്തെടുത്തൊരു നയമാണ്, ഒരു നിലപാടാണ് ഞങ്ങളുടെ പാർട്ടി. ഒരു നിലപാട് ആ സമയത്തെടുത്തു, പാർട്ടി തീരുമാനിച്ചു, ഇങ്ങനെ മതി. അതിൻ്റെ ഭാഗമായിട്ടാ, അല്ലാതെ വേറെ എന്തോ കൊണ്ടാണോ? അദ്ദേഹം വീണ്ടും MLA ആയില്ലേ? ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജാഥകളിലൊക്കെ അംഗമായിരുന്നില്ലേ? അങ്ങനെ ഒരു MLA ഉന്നയിച്ച ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യമായി ഉന്നയിച്ചതല്ല. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ വന്ന വിഷയമുണ്ടല്ലോ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗ ശ്രീകുമാർ സാർ ഒന്ന് അന്വേഷിക്കണം. പറ്റുമെങ്കിൽ ഒരു വണ്ടി എടുത്ത് പോകണം അങ്ങോട്ട്. ഇനി പോകേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം 200ഓളം പേരിൽ നിന്നായി 25 കോടി രൂപ കൈവശപ്പെടുത്തി. നിക്ഷേപ തട്ടിപ്പ്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹജ്ജ് ഹൗസിൽ എന്തോ ആയുർവേദ ചികിത്സ കൊടുക്കാൻ ജില്ലാ പഞ്ചായത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഞാൻ പിടിക്കും, അതിന് കുറച്ച് പണം ആവശ്യമുണ്ട്, അതിന് നിക്ഷേപം വേണം. അങ്ങനെ പോലും ഹജ്ജിൻ്റെ പേരിൽ പോലും തട്ടിപ്പ് നടത്തി എന്ന് പറയാം. ഈ മുസ്ലിം ലീഗിൻ്റെ TP ഹാരിസ് എന്ന് പറയുന്ന മക്കരപ്പറമ്പിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ചെറിയ ആളല്ല, ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാവല്ല. മുസ്ലിം ലീഗിൽ ഒരാൾ ജില്ലാ പഞ്ചായത്ത് അംഗമാവുക എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമായ സ്ഥാനമാണ്. കാരണം അവർക്ക് കുറച്ച് MLA മാരേ ഉള്ളൂ, ബാക്കി അവർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട പരിഗണന ഈ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു TP അഷ്റഫ് അലി. അങ്ങനെ ഇരിക്കുന്നവരുള്ള ആ ജില്ലാ പഞ്ചായത്തിലുള്ള ആളാണ് ഇദ്ദേഹം. എന്തേ മുസ്ലിം ലീഗിൻ്റെ നിലപാട് പറയാത്തത്? അദ്ദേഹം മാത്രമല്ല, തൊട്ട് മുമ്പ് ഒരു ഫൈസൽ എടേശ്ശേരി എന്ന് പറയുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം മലപ്പുറത്ത് തന്നെ. എന്താ കേസ്? എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയപ്പോൾ പോലീസ് അവിടുത്തെ കസ്റ്റംസ് ഒന്ന് ആളെ തപ്പി എന്ന് പറഞ്ഞാൽ ഒന്ന് പരിശോധിച്ചു, ദേഹപരിശോധന നടത്തിയപ്പോൾ കുറച്ച് സാധനം കിട്ടി. എന്താ സാധനം? 8 സ്വർണ്ണ ബിസ്ക്കറ്റ്, ഏകദേശം 50 ലക്ഷം രൂപ. ആ 2023 വിലയുള്ള 8 സ്വർണ്ണ ബിസ്ക്കറ്റ് ആരുടെ കയ്യിൽ നിന്നാ? നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറായി നിൽക്കുന്ന ഫൈസലിൻ്റെ കയ്യിൽ നിന്ന്. എന്താ പറയാനുള്ളത്? എന്ത് നടപടിയാണ് മുസ്ലിം ലീഗ് എടുത്തത്? ഈ നാട്ടിലാകെ കോളിളക്കം സൃഷ്ടിച്ച് പോലീസ്
ഇവിടെ സ്വർണം പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോഴും ഈ വിഷയമൊന്നും വലിയ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എടുക്കുന്നില്ല. തൊട്ടു മുമ്പ് മറ്റൊരു MLA ഫാഷൻ ഗോൾഡ് തട്ടിപ്പ്, നിക്ഷേപ തട്ടിപ്പ്, അതും നിക്ഷേപ തട്ടിപ്പാ, 20 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെട്ട് കോടതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അയാൾ ജയിലിലായിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? MC കമറുദ്ദീൻ MLA ആയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറച്ചു മുമ്പ് മറ്റൊരു കക്ഷി ആരാ, മട്ടന്നൂർ ജുമാ മസ്ജിദ് നിർമ്മാണത്തിൽ അഴിമതി നടത്തിയിട്ട് 7 കോടി രൂപയുടെ ക്രമക്കേട്, തട്ടിപ്പ്, പള്ളി ഉണ്ടാക്കുന്നതിൻ്റെ പേരിലാണ് മട്ടന്നൂരിൽ, അറസ്റ്റിലായില്ലേ? ഇതൊന്നും ആക്ഷേപമല്ല, വസ്തുതകളാണ്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തകരിൽ നിന്ന് പണമുള്ള കുറച്ച്, അല്ലെങ്കിൽ സാമ്പത്തികമായി അല്പം മെച്ചമുള്ള വിദേശത്തൊക്കെയുള്ള ആളുകളെയൊക്കെ സമീപിച്ച് ഈ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയുടെ പവിത്രത പറഞ്ഞ് ബോധ്യപ്പെടുത്തി പണം വാങ്ങുക. എന്നിട്ട് സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോയിട്ട് പുട്ടടിക്കുന്നവരായി മുസ്ലിം ലീഗ് മാറുമ്പോൾ KT ജലീൽ പറയുന്നതാണോ പ്രശ്നം? എന്നിട്ട് KT ജലീലിനെയും KT ജലീലിൻ്റെ ബാക്കിയുള്ളവരെയൊക്കെ തെറി വിളിച്ച് നടക്കുക. എന്ത് മാന്യതയാണ് ഈ മുസ്ലിം പദം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മുസ്ലിം ലീഗിനുള്ളത്? ഈ നാട് വിലയിരുത്തണ്ടേ ഇവരെ? വിലയിരുത്തൽ ഞാൻ വരാം. വിലയിരുത്തൽ നടത്തേണ്ടത് ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. M ജയചന്ദ്രൻ ആ വിലയിരുത്തൽ നടത്തണമെങ്കിൽ ആ പാർട്ടി വാ തുറക്കണം. കുട്ടി മിണ്ടുന്നില്ല എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാണ്. കുറേയായി ഒന്നും പറയുന്നില്ല മുസ്ലിം ലീഗ്. ആര് പറയണം? ഇനി അവർ പറയുന്നില്ലെങ്കിൽ അവർ വഴി ഒരു മുന്നണിക്ക് തന്നെ വലിയ പ്രശ്നമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ മുന്നണിയുടെ നേതൃസ്ഥാനത്തുള്ള കോൺഗ്രസ് പറയണ്ടേ അവരോട്? അതിനുള്ള ഒരു ആർജവം കോൺഗ്രസ് പാർട്ടിക്ക് കാണിക്കാൻ ഈയിടെ കേട്ട വാർത്തകൾ അനുവദിക്കുന്നുണ്ടോ? M ജയചന്ദ്രൻ്റെ നിരീക്ഷണം എന്താ? ഡോക്ടർ ലാൽ, പ്രിയപ്പെട്ട N ശ്രീകുമാർ എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹം ജലീലിനെ കടന്നാക്രമിച്ചുകൊണ്ട് പറയുന്നത് ആരോപണം ഉന്നയിക്കുന്ന ജലീൽ അത് തെളിയിക്കാൻ തയ്യാറാകണം എന്നാണ്. പക്ഷേ ഇവിടെ പ്രശ്നം ജലീൽ യാതൊരു ആരോപണവും ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. ജലീൽ യാതൊരു ആരോപണവും ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലീഗിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത, ആ പാർട്ടിക്ക് രാഷ്ട്രീയ ധാർമ്മികത എന്നത് തീരെ ഇല്ല എന്നാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം വന്നിട്ടുള്ള ആരോപണങ്ങൾ കുറച്ചൊക്കെ ശ്രീ വസീഫ് ഇപ്പോൾ പറഞ്ഞു, കുറച്ചൊക്കെയുള്ള ആരോപണങ്ങൾ. പക്ഷെ അതിനേക്കാൾ എത്രയോ ഗ്രേവ് ഇഷ്യൂസ് വർഷങ്ങളായി ഈ പാർട്ടിയിൽ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ എന്താണ് കാണുന്നത്? ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ ഡോക്ടർ ലാൽ, ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്നറിയാമോ? കോൺഗ്രസ്സുകാർ ഇത്ര അഴിമതിക്കാരല്ല കേട്ടോ. അതൊരു വലിയ പ്രത്യേകതയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഈ യൂത്ത് ലീഗിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും സംഘവും ഒക്കെ നടത്തുന്നത് മാറ്റിവെച്ചാൽ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ അഴിമതിയിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥം. അതിന് ഇതെന്ന് പറയുന്നത് ഈ ലീഗിൻ്റെ ഇപ്പോൾ ഇപ്പോൾ എന്താ എത്തി നിൽക്കുന്ന ഒരു ഭയാനകമായ അവസ്ഥയുണ്ട്. ലീഗ് അഭിമുഖീകരിക്കുന്ന ഭയാനകമായ അവസ്ഥയെന്ന് ഞാൻ പറയുന്നത്, ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഗുരുതരമായ ഈ സാമ്പത്തിക തട്ടിപ്പിൻ്റെ നിഴലിൽ നിൽക്കുകയാണല്ലോ. വയനാട്ടിൽ താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷിക്കുന്ന കേസ് അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് സംബന്ധിച്ച് മാധ്യമ വാർത്തകളും ചർച്ചകളൊക്കെ നിരവധി നടന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ, PK ബഷീറും PK ഫിറോസും ഒക്കെ അടക്കമുള്ളവർ ചെന്നുപെട്ടിരിക്കുന്ന അഗാധമായ ഒരു ഊരാക്കുടുക്ക്, ആ ഊരാക്കുടുക്ക് മറ്റാരും സമ്മാനിച്ചതല്ല, അവർ സ്വമേധയാ സൃഷ്ടിച്ച്, തങ്ങളുടെ പേരിൽ സൃഷ്ടിച്ച് വരുത്തി വെച്ചതാണ്. അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നോക്കൂ. അത് ജലീലിനെ പോലെ ആരെങ്കിലും, അല്ല വസീഫിനെ പോലെ ആരെങ്കിലുമോ CPI തന്നെയോ അല്ലെങ്കിൽ LDF ഉന്നയിച്ചതാണോ? അല്ലല്ലോ, അത് അവർ വരുത്തി വെച്ചതല്ലേ. താലൂക്ക് ലാൻഡ് ബോർഡ് ആ കേസ് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മാത്രമാണോ? ഈ വസീഫ് ചൂണ്ടിക്കാണിച്ചല്ലോ കമറുദ്ദീൻ്റെ കാര്യം. കമറുദ്ദീൻ മാത്രമല്ല കേട്ടോ, കമറുദ്ദീനെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ മൊത്തത്തിലുള്ള തുക ശ്രീ വസീഫ് ഈ പറഞ്ഞ 20 കോടിയല്ല, മൊത്തത്തിലുള്ള തുകയെന്ന് പറയുന്നത് 130 കോടി രൂപയുടെ തട്ടിപ്പാണ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ നടന്നിട്ടുള്ളത്, നിക്ഷേപ തട്ടിപ്പിൽ നടന്നിട്ടുള്ളത് 130 കോടി രൂപയുടെ. മറ്റൊന്ന്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്
ഒരു മന്ത്രി UDF കാലത്തെ ഒരു മന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞ് പ്രതിയായ പാലാരിവട്ടം കേസ് 10 കോടി രൂപ സ്ട്രെയിറ്റ് ആണല്ലോ അല്ലേ? ചന്ദ്രിക പത്രത്തിൽ നിക്ഷേപം സ്വീകരിച്ച ഒതുക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ വേറെ. പിന്നെ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരുടെ കേസ് അതടക്കമുള്ള എത്രയോ കേസുകളാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെ നോക്കി ഇങ്ങനെ ആഞ്ഞാഞ്ഞ് നിൽക്കുന്നത് കേസിൻ്റെ രൂപത്തിൽ. ഇതുവല്ലതും KT ജലീൽ പുറത്തു കൊണ്ടുവന്നതാണ് അല്ലല്ലോ. ഇതൊക്കെ സ്വയം കൃതാനർത്ഥമായി ഇവരൊക്കെ വരുത്തിവെച്ച വിനകൾ ആ പാർട്ടിക്കും മുന്നണിക്കും, പാർട്ടി UML എന്ന പാർട്ടിക്ക് മാത്രമല്ല UDF എന്ന മുന്നണിക്കാകെ തന്നെയും വരുത്തിവെച്ച ക്ഷതം എത്രത്തോളമാണെന്നുള്ളത് പ്രിയപ്പെട്ട N. ശ്രീകുമാറിനെ പോലുള്ളവർക്ക് അറിയാത്തതൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോഗം അതിനെല്ലാം ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഡോക്ടർ ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ വെറുതെ ജസ്റ്റിഫൈ ചെയ്യുന്ന ആളായിരുന്നില്ല അദ്ദേഹം. പക്ഷേ ഇപ്പോൾ കുറ്റപ്പെടുത്തലിൻ്റെ ഒരു വഴിയാണ് അദ്ദേഹം എന്തുകൊണ്ടോ സ്വീകരിക്കുന്നത്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭിപ്രായമുള്ളത് ഡോക്ടർ ലാൽ എന്താണെന്നറിയാമോ? ഈ മുസ്ലിം സമുദായത്തിലെ പിന്നെ മതപണ്ഡിതന്മാർ, മതസംഘടനകൾ എന്നിവർ ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായി അഭിപ്രായം പറയുകയും ഇടപെടുകയും ചെയ്യേണ്ട സമയം എത്രയോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളാകെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അവരത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്താണ് ആ മേഖലയിൽ പിന്നെ ഈ മതപണ്ഡിതന്മാർക്കും മതസംഘടനകൾക്കും മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് അവഗണിക്കാൻ കഴിയാത്ത വലിയൊരു യാഥാർത്ഥ്യമായിട്ടിങ്ങനെ അവരെ തന്നെ തുറച്ചു നോക്കുകയാണ് അത്തരം പ്രശ്നങ്ങൾ. അത്തരത്തിലുള്ള ഗുരുതരമായ കൊടിയ അഴിമതികളിലേക്ക് ഈ ലീഗ് നേതാക്കന്മാർ അഗാധമായി ചെന്ന് തീർച്ചയായിട്ടും ഒരുപക്ഷെ ശ്രീ M. ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ അക്കാര്യങ്ങൾ അതായത് ഈ സമൂഹത്തിൽ തന്നെ ഈ സമുദായത്തിൽ തന്നെയുള്ള പുതിയ തലമുറയും ഒരുപക്ഷെ മത പണ്ഡിതന്മാരെയൊക്കെ കേൾക്കുന്ന അവരുടെ തന്നെ അനുയായികളുമൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുകയും അവർ ഇടപെടുകയും അവർ വർത്തമാനം പറയുകയും എഴുതുകയും ഒരുപക്ഷെ എഴുതുന്നതിനപ്പുറം അവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകുന്ന ഒരു കാലമായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പുതിയ സമൂഹങ്ങളിലൊക്കെ ഇങ്ങനെ പടരുന്നുണ്ട് താനും. ഈ സമൂഹ മാധ്യമങ്ങളിലൊന്നും വരാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ N. ശ്രീകുമാർ നോക്കൂ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇപ്പോഴും കോൺഗ്രസിനെ പോലും താങ്ങി നിർത്തുന്ന, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പറഞ്ഞ 2021 ശേഷം പ്രത്യേകിച്ച് UDFനെ താങ്ങി നിർത്തുന്ന, കോൺഗ്രസിനെ രക്ഷിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെങ്കിലും ഒരു വലിയ സ്ഥാനം ഉണ്ട്, ഒരു മുഖ്യ സ്ഥാനമുണ്ട് എന്ന രീതിയിൽ ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിനെ അങ്ങനെ വെറുപ്പിക്കണ്ട, അതിനെ അങ്ങനെ അങ്ങ് വല്ലാതെ മോശമാക്കണ്ട എന്നാണോ? അതോ അതനുഭവിക്കട്ടെ, അവർ അങ്ങ് തീർക്കട്ടെ, അങ്ങനെ നമ്മൾ വെളുപ്പിച്ചെടുക്കണ്ട എന്നാണോ? എന്താണ് കോൺഗ്രസിൻ്റെ മത്സരിപ്പ്? നോക്കൂ ഡോക്ടർ ലാലേ, ഈ മലപ്പുറം രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ താങ്കളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, UDFനെ താങ്ങി നിർത്തുന്ന. വളരെ ശരിയാണത്. കാരണം മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ UDFനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ടാണല്ലോ ലീഗ് LDFിലേക്ക് വരണമെന്ന് പഴയ LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചില വ്യക്തികൾ ചർച്ച ചെയ്യപ്പെടും. TK ഹംസ ചർച്ച ചെയ്യപ്പെടും, PV അൻവർ ചർച്ച ചെയ്യപ്പെടും, KT ജലീൽ ചർച്ച ചെയ്യപ്പെടും. ഈ 3 നേതാക്കൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഈ 3 നേതാക്കളും വ്യത്യസ്ത പാർട്ടികളിൽ നിന്ന് CPM മുന്നണിയിലേക്ക് വന്നവരാണ്. അവരാണ് ലീഗിനെതിരെ കൂടുതൽ രാഷ്ട്രീയമായി കടന്നാക്രമണം നടത്തുന്നത്. അതുകൊണ്ട് KT ജലീലിൻ്റെ രാഷ്ട്രീയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ജലീൽ എന്ന വ്യക്തിയല്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ തട്ടിപ്പുണ്ടല്ലോ, അവിടെ വെട്ടിപ്പുണ്ടല്ലോ, അവിടെ നിയമവിരുദ്ധ പ്രവർത്തനമുണ്ടല്ലോ. ഇവിടെ എന്തൊക്കെയാ ഇപ്പം കേട്ടത്? ഭൂമി തട്ടിപ്പ്, പണം നിക്ഷേപ തട്ടിപ്പ്, അതുപോലെ ഉള്ള പലതരം അഴിമതി കാര്യങ്ങൾ, കൈക്കൂലി വാങ്ങിയത്, പോക്സോ കേസ് വരെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഈ ദുരിതാശ്വാസം വയനാട്ടിൽ അവിടെ ഇത്തരത്തിലൊരു പരാതി ഉണ്ടാകുമെന്ന് നമ്മൾ കേട്ടതാണോ? അപ്പോൾ അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ അഭിവന്ദ്യരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച പഴയ കാലഘട്ടത്തിലേക്ക് CPMലേക്ക് വന്ന ആ നേതാക്കന്മാരുടെ ഒരു കാലമല്ല ഇന്നത്തെ കാലം, വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കേണ്ടി വരില്ലേ? നിലപാട് പറയണ്ടേ?
അല്ലെന്നേ ഞാൻ പറച്ച ഇവിടെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞു ജലീൽ അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ട് ജലീൽ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് വന്നത് എന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM തോറ്റ ശേഷം ആര്യാടൻ ഷൗക്കത്ത് ജയിച്ച ശേഷം UDFിൻ്റെ ശക്തി കണ്ട ശേഷമാണ് KT ജലീലിൻ്റെ പുതിയ ആരോപണങ്ങൾ വരുന്നത്. ഈ ആരോപണങ്ങൾ CPMനെ കൂടുതൽ സംരക്ഷിക്കാൻ വേണ്ടി ജലീൽ നടത്തുന്ന നീക്കമാണെന്നാണ് അതിലത്തെ രാഷ്ട്രീയ വശം. അതിൽ ഒരു വാചകം ഒന്ന് ഇടപെടുകയാണ്. അതിൽ താങ്കൾ പറഞ്ഞ ഒരു വാചകം, UDFിൻ്റെ ഒരു വിജയം മുസ്ലിം ലീഗ് ഇത്ര ശ്രമിച്ചിട്ടും ഈ പരിതാപകരമായ അവസ്ഥയിൽ എത്തിയോ? അതാണോ നിലമ്പൂരിലെ വിജയത്തെക്കുറിച്ച് താങ്കളിപ്പോൾ ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നത്? ഇങ്ങനെയായിരുന്നോ? PV അൻവർ നേടിയ വോട്ടുകൾ പോലും എവിടെ പോകേണ്ട വോട്ടുകളായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇങ്ങനെ ഒന്ന് കിതച്ച് കടന്നു കയറേണ്ട ആളാണോ? അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ അതെ, ഇവിടെ നമ്മുടെ സുഹൃത്ത് വസീഫ് ഇരിപ്പുണ്ട്. വസീഫിനെ പോലും നിങ്ങൾ പ്രതിരോധത്തിലാക്കരുത്. കാരണം അവിടെ UDF ജയിച്ചത് 10,000-ലധികം വോട്ടുകൾക്കാണ്. 2,700 വോട്ടുകൾക്കാണ് PV അൻവർ ജയിച്ചത്. 8,000-ലധികം വോട്ടുകൾ അവിടെ കൂടി. ആ കൂടിയത് മുസ്ലിം ലീഗിൻ്റെ കട്ട സപ്പോർട്ട് കൊണ്ടാണെന്ന് KT ജലീലിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് KT ജലീലിന് CPMനെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടുതൽ വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയമാണ് ഞാനിവിടെ കാണുന്നത്. അല്ലാണ്ട് ലീഗിനെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച് പോകുന്നതിനെ കുറിച്ചല്ല. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പറയാമെന്ന്. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന സുപ്രധാനമായ വിഷയം എന്താണ്? ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ വിജിലൻസ് കോടതി മുഖ്യമന്ത്രി കേരളമല്ല താങ്കൾ പറഞ്ഞ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അതുതന്നെയാണ്. ഞാനത് കൈയടിക്കുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ വിഷയം ഇവരാരും എടുത്തിട്ടില്ല. അഴിമതിയുടെ വിഷയം ആരും എടുത്തിട്ടില്ല. ഇതാണ് പ്രധാനമായി ഇവരൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? നമുക്കത് ചർച്ച ചെയ്യണമല്ലോ. താങ്കൾ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ആളല്ലേ, മറ്റു ചർച്ചകൾക്ക് പോയ ആളല്ലല്ലോ. കേരളത്തിൽ ഗൗരവമായൊരു ചർച്ച നടക്കുന്ന ഇടത്തേക്ക് താങ്കൾ എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. ഇതാ നോക്കൂ, ഈ ചർച്ചയിൽ നമുക്ക് പ്രധാനമായി അറിയേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ട് ഈ മുസ്ലിം ലീഗിനെ ഇങ്ങനെ നിലമ്പൂരിലൊക്കെ കോൺഗ്രസ് പോലും വിചാരിച്ചാൽ ജയിക്കാത്ത ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ച ആ മുസ്ലിം ലീഗിനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, അവരെ രക്ഷിക്കണമെന്നാണോ? അതോ അവർക്കൊരു പണി ഇരിക്കട്ടെ, ഇതങ്ങ് ചർച്ച ചെയ്യട്ടെ, അവർ തന്നെ തീർക്കട്ടെ എന്നാണോ? ഇതാണ് ഞാൻ ചോദിച്ചത് നേരത്തെ. ഞാൻ ഓരോന്നിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഗൗരവമുള്ള വിഷയമാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യും. ഗൗരവമുള്ള വിഷയം ഇന്നുണ്ടായിട്ടുള്ളത് വിജിലൻസ് കോടതിയുടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശമാണ്. ADGPക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അംഗീകരിച്ച മുഖ്യമന്ത്രിക്കെതിരെ പഴയ കാലത്താണ് രാജിവെച്ച് കഴിഞ്ഞു. ശ്രീ വസീഫിൻ്റെ പാർട്ടി മുമ്പ് 3 പേരെക്കുറിച്ച് പറഞ്ഞത് ഞാനോട് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് കരുണാകരനെതിരെ കോടതി നടത്തിയ പരാമർശം, KP വിശ്വനാഥനെതിരെ കോടതി നടത്തിയ പരാമർശം, ഇന്ന് കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയുടെ പിതാവായ KM മാണിക്കെതിരെ വസീഫിൻ്റെ പാർട്ടി നടത്തിയ പരാമർശം, അസംബ്ലിയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ ശരി, അതിലേക്ക് ഉത്തരം വസീഫ് പറയട്ടെ. പക്ഷെ പ്രതിപക്ഷത്തായതുകൊണ്ട് അത് ഡൽഹിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പ്രതിപക്ഷത്തെ ആർക്കും രാജിവെക്കേണ്ട എന്ന പഴയ നിയമം പോകുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. പ്രതിപക്ഷത്തുമുണ്ടല്ലോ നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പലതരത്തിൽ കേസുകളിൽ അന്വേഷണത്തിൽ നേരിടുകയും ED പോലും അവരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അവർക്കും രാജിവെക്കേണ്ട കാലഘട്ടമാണ് എന്ന് വരുന്നുണ്ടോ? വസീഫ് പറയട്ടെ. ഞാൻ വരാം N. ശ്രീകുമാർ, ഞാൻ താങ്കളിലേക്ക് ഒന്നുകൂടി 1 മിനിറ്റ് വന്നിട്ട് ഞാൻ M. ജയചന്ദ്രനിലേക്ക് പോകൂ. ആ വാക്ക് തരാം. വസീഫ് നോക്കൂ, പ്രതിപക്ഷ നേതാക്കൾക്ക് കൂടി രാജിവെക്കാനുള്ള ഒരു ആവശ്യം വേണോ? ഇനി ഒരു ഭേദഗതിയുടെ ആവശ്യമുണ്ടോ? ശ്രീകുമാർ സാർ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഈ UDFിൻ്റെ ഭാഗമായി നിന്ന് ന്യായീകരണം നിരത്താൻ. ഇവിടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ജലീൽ ഉന്നയിച്ച ആരോപണമാണ് എന്നാണ് ഇവർ പറയുന്നത്. CPMനെ രക്ഷിക്കാൻ പോലും. ശ്രീകുമാർ സാറ്, മലപ്പുറത്തെ മുസ്ലിം ലീഗുകാർ തന്നെ നിങ്ങളെ നേർക്കുനേരെ കിട്ടിയാൽ കൈകാര്യം ചെയ്യും. കാരണം അവർ അത്രയും പ്രയാസത്തിലാണ്. അവർ കൊടുത്ത പരാതിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ നടപടി വന്നത്. ഏത് TP ഹാരിസിൻ്റെ 25 കോടിയുടെ ഇടപാട്. ഞാൻ പറഞ്ഞ ഹജ്ജ് ഹൗസിൽ നടത്തിയ ആയുർവേദ ചികിത്സയുടെ മറവിൽ പോലും പണം തട്ടി. ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് ഉള്ള ചികിത്സയുടെ പേരിൽ പണം തട്ടി. 200ഓളം മുസ്ലിം ലീഗുകാർ ഉൾപ്പെടെയുള്ളവരുടെ കൈകളിൽ നിന്നാണ് പണം വാങ്ങിയത്. അവർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തയും അതിൻ്റെ സംഭവവികാസങ്ങൾക്കൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ KT ജലീൽ. എന്തിനാ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നത്? അങ്ങനെയാണോ? പിന്നെ
ഈ കവളപ്പാറയിലെ 25 സെന്റ് ഭൂമി ആരാ തട്ടിയെടുത്തത്? അവിടെ കവളപ്പാറയിലെ സലൂബ് ജലീൽ എന്ന് പറയുന്ന പോത്തുകല്ല് പഞ്ചായത്ത് മെമ്പറാ. വാർത്ത വായിച്ചില്ലേ നിങ്ങൾ? ഇതൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നതല്ലല്ലോ, കെ ടി ജലീൽ ഉന്നയിച്ചതാ. ഈ വിഷയമൊക്കെ ആദ്യമായി കെ ടി ജലീൽ ഉന്നയിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ലീഗുകാർ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെയല്ല, നിങ്ങളൊന്ന് അന്വേഷിക്കണം. അത് അവിടെ നിന്ന് ഉയർന്നു വന്ന ഒരു തട്ടിപ്പ് സ്വാഭാവികമായിട്ടും ജനം ഉന്നയിച്ചു. ഇത് കൂട്ടിവെച്ചു ജലീൽ പറയണ്ടേ? കാരണം മുസ്ലിം ലീഗിനകത്ത് ഇതുപോലെയുള്ള എല്ലാ തട്ടിപ്പുകളും തിരുത്തണം എന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു കെ ടി ജലീൽ. അദ്ദേഹം അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു യൂത്ത് ലീഗിൻ്റെ. അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകും. പാണക്കാട്ടെ കുടുംബത്തിലൊക്കെ അദ്ദേഹം വലിയ വിശ്വാസം അർപ്പിച്ചു. അങ്ങനെ ഇതിലൊരു തിരുത്തൽ നടപടിയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നതാ. അന്നുമില്ല ഇന്നുമില്ല എന്നാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുണ്ട്, ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണില്ലേ, എന്താ പേര്? ഇപ്പോൾ ഒരു ഗഫൂർ കോൽക്കളത്തിൽ നിങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞൊരു ആക്ഷേപത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ദിവസങ്ങളോളം വേട്ടയാടിയിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അവരേതെങ്കിലും ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ഒരു വാർഡ് മെമ്പറോ ഒന്നുമല്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്ന ആളല്ല. അതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാ. എന്നാൽ ഈ ഗഫൂർ കോൽക്കളത്തിൽ ആരാ? മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ പാലക്കാട്. അതുമാത്രമല്ല, യൂത്ത് ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി. നോക്കൂ നിങ്ങൾ എന്താ ചെയ്തത്? ഏതോ ഒരു തട്ടിപ്പ് കടലാസ് കൊണ്ടുവന്നിട്ട് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് തൻ്റെ പ്രൊമോഷന് വേണ്ടി ഹാജരാക്കി. അത് പിടിക്കപ്പെട്ടു. അപ്പോൾ തിരിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്ന്. കട്ട മുതൽ തിരിച്ചു കൊടുത്ത് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ അതിന് അദ്ദേഹത്തിന് അഭിവാദ്യ പോസ്റ്റർ അടിച്ചു വെക്കണോ ഈ ഗഫൂർ കോൽക്കളത്തിന്? അതാണോ കെ ടി ജലീലും ഞങ്ങളൊക്കെ ചെയ്യേണ്ടത്? അദ്ദേഹം വ്യാജമായി ഞാൻ ഡിഗ്രി പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് അധികാരികൾ പിടിച്ചപ്പോൾ തിരിച്ചു വാങ്ങിയിട്ട് അദ്ദേഹം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ മാന്യത കാണിച്ചവൻ എന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അഭിവാദ്യ ബോർഡ് അടിച്ചു വെക്കണോ? അതാണോ ചെയ്യേണ്ടത്? ഒറ്റ മിനിറ്റ് വസീഫ്, ഞാനത് വാക്ക് കൊടുത്തതാണ് എൻ ശ്രീകുമാറിനോട്. ഞാൻ ഒരു ഒറ്റ മിനിറ്റ് കൊടുക്കട്ടെ. എൻ ശ്രീകുമാർ, നോക്കൂ, നമ്മൾ പൊതുരാഷ്ട്രീയം പറയുന്നത് കുറേ നേരമായി തുടരുന്നുണ്ടല്ലോ. നമുക്കതൊന്ന് ഒരു മിനിറ്റിലേക്കൊന്ന് മാറ്റി വെച്ചുകൂടെ? ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ അപലപിക്കണ്ടേ താങ്കളുടെ മാധ്യമപ്രവർത്തകനെങ്കിലും? കോൺഗ്രസ്സുകാരനായ താങ്കൾക്ക് അത് പറ്റില്ലായിരിക്കാം. താങ്കളുടെ മാധ്യമപ്രവർത്തകൻ ഉണർന്ന് എതിർക്കേണ്ട ഒരു ഘട്ടമല്ലേ ഇത്? എൻ ശ്രീകുമാർ വരൂ. നോക്കൂ ഡോക്ടർ ലാലെ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ കോൺഗ്രസിനെ പിന്താങ്ങുന്നതും UDF-നോടൊപ്പം നിൽക്കുന്നതും. അത് ഒന്നാമത്തെ കാര്യം, ഞാൻ മാധ്യമപ്രവർത്തകൻ തന്നെയാണ്, സംശയം വേണ്ട. പക്ഷേ ഒരു ആരോപണവും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഏത് രീതിയിൽ അത് സമൂഹ മധ്യത്തിൽ പ്രകടിപ്പിച്ചാലും അത് തെളിയിക്കാനുള്ള ബാധ്യത പറഞ്ഞവർക്കുണ്ടെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ഒരുപാട് പേർക്കെതിരെ ശ്രീ വസീഫ് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതാണെന്ന് അത് അദ്ദേഹം പറയണം. അദ്ദേഹം CPM-ന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്, അത് തെറ്റില്ല. പക്ഷെ ആ രാഷ്ട്രീയം പറയുമ്പോൾ CPM-ന്റെ രാഷ്ട്രീയം അപ്പോൾ ഇതല്ലേ, ഈ അഴിമതി നടത്തുന്നവർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ? അതെ, അങ്ങനെ അഴിമതി നടത്തുന്നവർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, കോടതി ചോദിച്ചില്ലേ, അതായത് ഏതാണ് അദൃശ്യശക്തി, ADGPയെ സംരക്ഷിക്കുന്ന അദൃശ്യശക്തി ഏതാണെന്നൊരു കോടതി ചോദിച്ചില്ലേ? നമ്മളെ തെറി വിളിക്കുമ്പോൾ തിരിച്ചു നാലെണ്ണം പറയുന്ന ആ ഒരു രീതിയാണ് അത്. താങ്കൾ എൻ ശ്രീകുമാറിനെ പോലെ ഒരാളിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതാണ് തുടക്കം തൊട്ട് പറയുന്നത്. ഇന്നത്തെ ദിവസം താങ്കൾ പ്രതിരോധത്തിലാകുന്നോ? മുസ്ലിം ലീഗിൻ്റെ ഈ കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ മറുപടി ഇല്ലേ? അല്ല, എനിക്കെന്തിനാ പ്രതിരോധത്തിലാവുന്നത്? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, ലീഗിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് മറുപടി പറയേണ്ടത് ലീഗ് നേതാക്കളാണ്. ഞാനതിലത്തെ രാഷ്ട്രീയമാണ് കാണുന്നത്. കാരണം എല്ലാം രാഷ്ട്രീയമാണല്ലോ. കാരണം നമ്മുടെ കോൺഗ്രസിൽ നിന്നുള്ള ഒരു യുവ നേതാവിനെ പാലക്കാട് ഒരു മിനിറ്റ് പാലക്കാട്ടേക്ക് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ CPM ഏറ്റെടുത്തു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, TK ഹംസയുടെ കോൺഗ്രസ് രാഷ്ട്രീയം CPM ഏറ്റെടുത്തു. ആ രാഷ്ട്രീയമാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ വരാം എൻ ശ്രീകുമാർ, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞു, പക്ഷേ 2 മിനിറ്റോളം താങ്കളിലേക്ക് വന്നു. അടുത്ത ഘട്ടത്തിൽ തരാം. ഞാൻ 1 മിനിറ്റ് പറഞ്ഞു, 2 മിനിറ്റ് ഞാൻ തന്നു. വി വസീഫ്, താങ്കളിൽ നിന്ന് 1 മിനിറ്റ് എടുത്തിട്ട് ഞാൻ M ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. നോക്കൂ, അദ്ദേഹം ഒരു മാന്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്.
ലീഗാണ് അതിന് മറുപടി പറയേണ്ടത്. ലീഗ് പറഞ്ഞില്ല എന്ന് പറയാതെ തന്നെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ലീഗ് മറുപടി പറയണം, അത് നിങ്ങൾ ആവശ്യപ്പെടണം. നിങ്ങളത് പറയുന്നുണ്ട്, ലീഗ് കേൾക്കാത്തതാണോ? എന്താണ് ലീഗിൻ്റെ പ്രശ്നം? ഇതിലെ ലീഗിൻ്റെ കുറേ പ്രവർത്തകർ, സാധാരണക്കാർ, പാവങ്ങൾ, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറേ പേര് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. അവർ കരുതിയത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പവിത്രമായ പാർട്ടിയാണ് എന്നാണ്. പക്ഷെ ഇപ്പോൾ ഈ അടുത്തൊരു പ്രതീക്ഷ നൽകുന്നത് പലരും ഫേസ്ബുക്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി ന്യായീകരിക്കാൻ വരുന്നില്ല. അതോടൊപ്പം ചിലരെങ്കിലും എഴുതി ഇത് തെറ്റാണ്, ഇത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ചെയ്യുന്ന തെറ്റാണ് എന്ന് പലരും ഉന്നയിക്കുന്നു, തിരുത്തുന്നു. ഇപ്പോൾ തന്നെ യൂസഫ് പടനിലമാണ് നേരത്തെ ഇവരുടെ മറ്റൊരു ഫണ്ടിനെതിരെ കേസ് കൊടുത്തത്. കത്വ ഫണ്ട്, ഓർമ്മയില്ലേ നിങ്ങൾ? ആരാ യൂസഫ് പടനിലം? യൂസഫ് പടനിലം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഇതിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നത്. എത്രയോ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ നിന്ന് മുസ്ലിം ലീഗിനെതിരെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗ് അവരുടെ ഈ പവിത്രത മുന്നിൽ വെച്ച് മുസ്ലിം എന്ന പദം മുൻനിർത്തി തട്ടിപ്പ് നടത്തുന്നവരുടെ കേന്ദ്രമാക്കി ആ സംഘടനയെ മാറ്റുക. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി മുന്നോട്ട് പോകുന്ന ഈ സംഘടന, ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തി മുന്നോട്ട് പോകുന്ന ഈ സംഘടന ദയവ് ചെയ്ത് അവരുടെ പേരിന് മുൻവശത്തുള്ള മുസ്ലിം എന്ന പേര് അങ്ങ് ഒഴിവാക്കണം. എന്നിട്ട് മറ്റെന്തെങ്കിലും പേര് ഉപയോഗിക്കട്ടെ അവർ. കാരണം അത് ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്, ആ പേര് ഒരുപാട് പേരുടെ സ്വപ്നമാണ്, അവരുടെ ജീവിതമാണ്. ആ പേരിനെ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോട് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ നോക്കൂ. വി വസീഫ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ താങ്കൾക്ക് ഒന്നുകൂടി വിശദീകരിക്കേണ്ട അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം നടത്തേണ്ട ഒരു ഘട്ടം ഉണ്ട് എന്ന് തോന്നുന്നു. താങ്കൾ അവസാനം പറഞ്ഞു നിർത്തിയത് അതാണല്ലോ, ഈ പറയുന്ന ആത്മീയ ആചാര്യന്മാർ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ നേതാക്കന്മാർ ഒക്കെ ഈ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയേണ്ട ഘട്ടമാണെന്ന് താങ്കൾ പറഞ്ഞിടത്താണ് ആ പാർട്ടിയുടെ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് പോലും പവിത്രമായി കാണുന്ന, അതിനെ ആരാധിക്കുകയോ അതിൽ സ്വപ്നങ്ങൾ കാണുകയോ ചെയ്യുന്ന സാധാരണക്കാരായ ലീഗുകാർക്ക് ഇപ്പോൾ വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. അതിനെ ന്യായീകരിക്കാൻ അവർക്ക് പറ്റാത്തത്, നിലപാട് പറയാത്തത്, കോൺഗ്രസ് പറയിപ്പിക്കാത്തത്. എം ജയചന്ദ്രൻ. ഡോക്ടർ ലാൽ, ഇതിൻ്റെ അകത്തൊരു പ്രശ്നം, ഇപ്പോൾ ഈ നമ്മുടെ ഈ ചർച്ചയുടെ ശീർഷകം തന്നെ ലീഗിൽ ഒന്നും ലീഗലല്ല എന്നുള്ളതാണല്ലോ. നിയമാനുസൃതമല്ല ലീഗിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് നമ്മുടെ ശീർഷകം തന്നെ. അപ്പോഴാണ് ശ്രീകുമാർ ചോദിക്കുന്നത്, എന്താണ് മറ്റ് ചാനലുകൾ ഇത് ചർച്ച ചെയ്യാത്തത്? അതിലാണ് അദ്ദേഹത്തിൻ്റെ ഖേദം. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം തുറന്നു കാണിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കൈരളി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നുണ തിരികെ കയറ്റുന്നതായിട്ട് അദ്ദേഹത്തിന് ആരോപിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന, വിശകലനം ചെയ്യാൻ കഴിയുന്ന വസ്തുത എന്താണ്? സത്യം പറയുന്നവർ കുറച്ചേ ഉള്ളൂ. ഈ മലയാളം ടെലിവിഷൻ ചാനലുകളിൽ ഈ ഒരു സത്യം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ചർച്ച ചെയ്യാനും തയ്യാറാവുന്ന മറ്റ് മാധ്യമങ്ങളില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അത് അക്നോളജ് ചെയ്യാണ് എൻ ശ്രീകുമാറും ചെയ്യുന്നത്. സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. അതൊന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ എന്താണ് ഈ മുസ്ലിം ലീഗിൽ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാതെ വ്യത്യസ്തമായ രണ്ട് പേരുടെ കാര്യം മാത്രം ഞാൻ പറയാം. അതിൽ 2023 കാസർകോട്ടെ മുഹമ്മദ് കുഞ്ഞി നേതാവാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പോക്സോ കേസ്, MDMA എന്ന രാസലഹരി കൊടുത്ത് മയക്കി പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ വിദ്വാന് പിടികൂടപ്പെട്ടതും അകത്ത് കിടക്കേണ്ടി വന്നതും കേസ് നടക്കുന്നതും. പോക്സോ കേസാണ് കേട്ടോ. ലീഗിൻ്റെ കാസർകോട്ടെ പ്രമുഖ നേതാവാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ PK ബുജൈർ. അതും വിശദീകരിക്കേണ്ട കാര്യമില്ല, ഫിറോസിൻ്റെ സഹോദരനാണ്. എന്താണ് കേസ്? ഈ മയക്കുമരുന്ന് കേസ് പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അസാൾട്ട് ചെയ്യുക, ആക്രമിക്കുക, ഇതാണ് കേസ്.
എത്ര പിന്നെ ഏതൊക്കെ തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടികളിലാണ് ഇവർ പ്രവേശിക്കുന്നതും ഇടപെടുന്നതും, പിന്നെ അതൊന്നും ഒരു പ്രശ്നവുമില്ലാതെ കൊണ്ടു നടക്കുന്നതെന്ന് നോക്കൂ. അതിനാണ് ഈ 2 ഉദാഹരണങ്ങൾ മാത്രം കാണിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പിന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും പിന്നെ മറ്റേ നമ്മുടെ കാസർഗോട്ടെ മുൻ MLA യുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കമറുദ്ദീൻ്റെ കാര്യമൊക്കെ. പക്ഷേ ഈ 2 കേസുകൾ ഒന്ന് എടുത്തു നോക്കൂ. ആരെങ്കിലും ധൈര്യപ്പെടുമോ ഇത്തരം കേസുകളുമായി ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കാനായിട്ട്? ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഒരക്ഷരം പറയാൻ കഴിയാത്തത്? നടപടിയെടുക്കുന്നത് പിന്നീടല്ലേ. ഒരു അഭിപ്രായ പ്രകടനമെങ്കിൽ സ്വന്തം പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ പ്രകടനമെങ്കിൽ നടത്തിയതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. ഇത് ഇപ്പോൾ ശ്രീകുമാറും ഞാനുമൊക്കെ ഡോക്ടർ ലാലുമൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണല്ലോ. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എവിടെയും ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയെങ്കിലും നടന്നതായിട്ട് ലീഗിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റികളിൽ. അപ്പോൾ ഇതൊക്കെ അവിടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ ബോധ്യപ്പെടുന്നത്. ജയചന്ദ്രൻ, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ഇത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, എണ്ണി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗ് അത്ര മോശമൊന്നുമല്ല, കോൺഗ്രസിനേക്കാൾ ഒരുപക്ഷെ മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗാണ് ഇത്തരം കാര്യങ്ങളിൽ എന്ന് താങ്കളത് സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. അത് എണ്ണി പറഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒന്നും മിണ്ടാൻ പറ്റാതെ പോയ ഒരു അവസരമുണ്ടല്ലോ. അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗല്ലേ. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അടുത്ത 10 വർഷം അധികാരത്തിൽ ഇരിക്കാതെ വീണ്ടും എത്തണമെന്ന് ആഗ്രഹിച്ച് നിൽക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ പുതിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ രാഷ്ട്രീയവും ഒന്ന് നോക്കിക്കണ്ടു പോകേണ്ടതാണ്. ഈ രാഷ്ട്രീയം അവിടെ ഒന്ന് പ്രവർത്തിക്കാനും അവരെ ഒന്ന് ശാസിക്കാനും മുസ്ലിം ലീഗിനോട് ഒരു 2 വർത്തമാനം പറയാനും എന്തുകൊണ്ട് VD സതീശനോ സണ്ണി ജോസഫിനോ ഒന്നും പറ്റുന്നില്ല? അതെ, അതൊന്നും എനിക്കൊന്ന് പറഞ്ഞു പോകാനുണ്ടായിരുന്നേ. അത് പറയാൻ തുടങ്ങുമായിരുന്നു ഡോക്ടർ ലാൽ. അതായത് ശ്രീകുമാർ തന്നെ ഇപ്പോൾ ചർച്ചയിൽ മുമ്പ് സംസാരിച്ചത് ഇതെല്ലാം സംഭവിക്കുന്നത് ഡോക്ടർ ജലീൽ ഇത് പറയുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പിന്നെ നിലമ്പൂരിൽ LDFനുണ്ടായ പരാജയത്തിന് ശേഷമാണ്. നോക്കൂ, ഈ ഇലക്ഷനിൽ വിജയവും പരാജയവും ആർക്കാണെങ്കിലും ഒരാൾക്ക് വിജയിക്കാൻ പറ്റൂ. പക്ഷേ അതല്ല ഇവിടെ പിന്നെ അദ്ദേഹത്തെ പോലുള്ള ശ്രീകുമാറിനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകാതെ ഒറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് ഇത്തവണ സമാഹരിക്കാൻ കഴിഞ്ഞോ? നോക്കൂ, നേരെ എതിർവശേ പിന്നെ LDF സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടും പരിശോധിക്കണം. അത് എന്തുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് സമാഹരിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത് വിശകലനം ചെയ്താൽ മതി. താങ്കൾ പിന്നെ ഇവിടെ വെച്ച് വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ പിന്നെ ഡോക്ടർ ലാൽ ചോദിച്ചത് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം, സണ്ണി ജോസഫ് അടക്കമുള്ള നേതൃത്വം എന്താണ് പ്രതികരിക്കുന്നില്ല എന്നുള്ളതല്ലേ? പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ചാലകശക്തി എന്ന് പറയുന്നത്, ചാലകശക്തി എന്ന് പറഞ്ഞാൽ പോരാ, ബാക്ക് ബോൺ എന്ന് തന്നെ പറയാവുന്നത് അവർ കരുതുന്ന മുസ്ലിം ലീഗ് ആണെന്നുള്ളതാണ്. ആ നട്ടല് ഇങ്ങനെ നട്ടലല്ലാതെ വാഴപ്പിണ്ടിയായി മാറുന്ന അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ടും മിണ്ടാൻ പറ്റാതിരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ പിന്നെ കേവലമായ വിജയം എന്നൊരൊറ്റ മോഹത്തിലാണ്, അത്രയൊരു സ്വപ്നത്തിലാണ്. ആ മോഹവും സ്വപ്നവും യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ലീഗിൽ എന്ത് സംഭവിച്ചാലും അതല്ല തങ്ങളുടെ പ്രശ്നം. ലീഗ് നേതൃത്വം എന്ത് പറയുന്നോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് ഇവരൊക്കെ കാണുന്നത്. അത്തരം കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഇത് അധാർമികമാണ്. ഇപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ, ശ്രീകുമാർ തന്നെ പറഞ്ഞ ഒരു കാര്യം, ADGP അജിത് കുമാറിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്? രാജിവെക്കണമെന്നാണോ പറഞ്ഞത്? ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒഴിയണം എന്നാണല്ലോ പറഞ്ഞത്. ധാർമ്മികതയാണ് ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞത്, നിയമമല്ല കേട്ടോ. മറ്റേ KM മാണി അടക്കമുള്ളവരുടെ കാര്യം താങ്കൾ ചൂണ്ടിക്കാണിച്ചു. കോടതി ധാർമ്മികതയെക്കുറിച്ചല്ല പറഞ്ഞത്, നിയമമാണ് പറഞ്ഞത്. സീസറിൻ്റെ ഭാര്യ സംശയാതീതമായിരിക്കണം എന്നത് കമാൽ പാഷ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ എല്ലാം. അത് നിയമപ്രകാരം പറഞ്ഞത് ഒന്ന്, രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന ധാർമ്മികതയുടെ പ്രശ്നം മറ്റൊന്ന്. രാഷ്ട്രീയത്തിൽ ധാർമ്മികതയാണോ വർക്കൗട്ട് ആവുന്നുള്ളത് അറിയാത്ത ആരും ഈ കൂട്ടത്തിലില്ല, ഈ പാനലിൽ ഇല്ലല്ലോ. ധാർമ്മികതയാണോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്? അല്ലല്ലോ, രാഷ്ട്രതന്ത്രമാണ്.
അത് മറ്റൊരു സംഗതിയാണ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. എങ്കിലും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞത് വെച്ച് മാത്രം ഞാനൊരു പ്രതികരണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. Yes, തീർച്ചയായും. അതാണ് പ്രശ്നം എന്ന് ധാർമ്മികത. പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പൊതു പ്രതികരണങ്ങൾക്ക് പോലും അശക്തമായ വിധം ദുർബലമാണ്. യെസ്, ഞാൻ വരാം. എം ജയചന്ദ്രൻ, എൻ ശ്രീകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാർമ്മികതയാണത്. കെ ടി ജലീൽ ഇന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ അങ്ങ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് പോവുകയല്ല കെ ടി ജലീൽ ചെയ്തതും. അവിടെ എന്തെങ്കിലും നിരത്തി മുസ്ലിം ലീഗിനെ അപമാനിക്കാൻ ശ്രമിക്കുകയുമായിരുന്നില്ല. രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്ന ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഈ പാർട്ടികൾക്കൊക്കെ ജനങ്ങളുടെ മുമ്പാകെ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തന്നെ പോകണം. അത് CPM-ന് എതിരെ എന്തെങ്കിലും വന്നാലും പറയണമെന്ന് ആവശ്യപ്പെടുന്നവരാണല്ലോ എല്ലാവരും. അപ്പോൾ ആ ഘട്ടത്തിൽ ഇതും കൂടി ഒന്ന് നോക്കൂ. മുസ്ലിം ലീഗ് അത് പറയുന്നുണ്ടോ? ഇപ്പോൾ പറയിപ്പിക്കുന്നുണ്ടോ കോൺഗ്രസ്? അല്ല, ഈ കോൺഗ്രസ് എന്തിനാ അതൊക്കെ പറയിപ്പിക്കുന്നത്? കാരണം വെറുതെ ആരെങ്കിലും ഒരു ആക്ഷേപമോ ആരോപണമോ ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് അഭിപ്രായം പറയണമെന്ന് UDF ഘടകകക്ഷികൾ ആരെങ്കിലും പരസ്പരം പറയുമോ? വേണ്ട, LDF പറയുമോ? CPI പറയുമോ? ഇല്ലല്ലോ. ചില കാര്യങ്ങളിൽ ചില അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോഴേ പാർട്ടികൾ പറയാറുള്ളൂ. ഇപ്പൊ കോൺഗ്രസിന് അങ്ങനെ ലീഗിനെ കുറിച്ച് ഈ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഇല്ല, എല്ലാവരും ഒരുപോലെയാണെന്നാണ്. അല്ല, ഞാൻ പറയട്ടെ, ലീഗിനെ കുറിച്ച് പറഞ്ഞത് KT ജലീലാണ് കൂടുതൽ പറഞ്ഞത്. അത് CPM ഏറ്റെടുക്കട്ടെ. എന്നിട്ട് CPM അല്ലേ ഭരിക്കുന്നത്. അവർ KT ജലീലെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM അത് തെളിയിച്ച് CPM അവരെ ലീഗ് നേതാക്കൾക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഇവിടെ ശ്രീ വസീഫെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം എന്നുള്ള പേര് മാറ്റണമെന്ന് പറയുമ്പോൾ ഈ മുസ്ലിം ലീഗ് തന്നെ ലീഗിൻ്റെ സപ്പോർട്ടോടുകൂടി നിലമ്പൂരിൽ ജയിച്ച കഥയാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ ലീഗിനൊപ്പമാണ്. ഒന്നാമത്തെ കാര്യം ശ്രീ വസീഫെ ജയന്തിനൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, പഴയ മലപ്പുറത്തുള്ള യുവ നേതാക്കൾ, യുവ പ്രവർത്തകരല്ല ഇന്ന് രാഷ്ട്രീയ കക്ഷികളിലുള്ളത്. എല്ലാവർക്കും അവരവരുടേതായ ഒരു പുരോഗമന ചിന്താഗതിയുണ്ട്. മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും ഉണ്ടായിട്ടുള്ള പുരോഗമന ചിന്താഗതി നിസ്സാരമല്ല. അതുകൊണ്ടാണ് കാലിക്കറ്റ് സർവകലാശാല MSF പിടിച്ചെടുക്കുന്നത് KSUവിൻ്റെ സഖ്യത്തിൽ നിന്നുകൊണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകണം. ചുമ്മാ നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പഴയ കാലത്തെ പോലെ ഉള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് നടക്കരുത്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ UDFൻ്റെ രാഷ്ട്രീയത്തെ കരുത്തുറ്റതാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആക്ഷേപം ഉന്നയിക്കുന്നവർ അത് തെളിയിക്കണമെന്ന്. ഈ ധാർമ്മികതയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോടതി കൂടുതലൊന്നും പറയണ്ടല്ലോ എന്നൊരു വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ആ വിഷയത്തിലാണ് പറയുന്നത് ധാർമ്മികത കൊണ്ടുവന്നത്. അതാണ് സമൂഹം ചർച്ച ചെയ്യുന്നത്. ജയേന്ദ്രൻ പറഞ്ഞ പോലെ വേണ്ട എന്ന് ഒരു ക്ലീൻ നോട്ട്, ഓപ്പൺ നോട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ടോ? മുസ്ലിം ലീഗിന് ധാർമ്മികത വേണ്ട, ഇത് CPM-ന് മതി, കോൺഗ്രസിന് ധാർമ്മികത വേണ്ട, ഇങ്ങനെയാണോ? അല്ല, എതിർ രാഷ്ട്രീയക്കാരൻ പറയുമ്പോൾ ആരെങ്കിലും ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുമോ? KT ജലീൽ ഉന്നയിക്കുന്ന ആക്ഷേപത്തിൻ്റെ പേരിൽ ലീഗിന് എന്തിനാ പ്രശ്നം? ലീഗിന് പ്രശ്നമില്ല, ലീഗ് നേതാക്കൾക്കിടയിൽ പ്രശ്നമില്ല, ലീഗിന് അങ്ങനെ അഭിപ്രായമില്ല. KT ജലീൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആരോപണം പറയുന്നു. താങ്കളുടെ ആവശ്യം ഇതൊക്കെ മുസ്ലിം ലീഗിന് അങ്ങനെ വെറുതെ വിടരുത്, അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നാണ്. ഇതായിരിക്കാം കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പ്. താങ്കളത് പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടി വരും. അത് അങ്ങനെ ചെയ്തോട്ടെ, അതാണല്ലോ അവർ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കാത്തത്. അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നുള്ളതായിരിക്കാം. പക്ഷേ നോക്കൂ, ധാർമ്മികത, താങ്കൾ പറഞ്ഞ രാഷ്ട്രീയം ചർച്ച ചെയ്യാണല്ലോ നമ്മൾ. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ ചർച്ചയിലെങ്കിലും, അല്ലെങ്കിൽ നാളെ ചന്ദ്രയിലൂടെയെങ്കിലും മറ്റൊരു പ്രസ്താവനയിലൂടെയെങ്കിലും ഈ കാര്യത്തിനൊരു മറുപടി കൊടുക്കണമെന്ന്. അത് വേണ്ടേ? നോക്കൂ ഡോക്ടർ ലാലേ, താങ്കൾക്ക് ഇങ്ങനെ ലീഗിൻ്റെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം പോലീസ് അന്വേഷിക്കണേ, ലീഗിനെ പെടുത്തുന്നൊക്കെ പറഞ്ഞോളൂ. ഞാനതൊന്നും താങ്കളുടെ ആ ഒരു രാഷ്ട്രീയത്തെ ഞാൻ തെറ്റ് കാണുന്നില്ല. നമ്മളൊക്കെ രാഷ്ട്രീയം സംസാരിക്കുന്നവരാണ്. ഞാനിവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മൾ പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അഴിമതി ഏതാണ്? അത് ADGP-യുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതി നടത്തിയ പരാമർശമാണ്. നാളെ കൂടുതൽ കത്തും. നാളെ മുതൽ വസീഫിൻ്റെ ഒക്കെ ജോലി പോവുകയാണ്. കോടതിയുടെ ഞാനത് പറയട്ടെ, കോടതിയുടെ പരാമർശം മുഖ്യമന്ത്രിക്കെതിരെയാണ്, അദൃശ്യ ശക്തിക്കെതിരെയാണ്. ആരാണ് അദൃശ്യ ശക്തി എന്ന് വെളിപ്പെടുത്തണ്ടേ? അല്ലെങ്കിൽ പെട്ടുപോകില്ലേ CPM? അദൃശ്യ ശക്തി ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട ബാധ്യത CPM-ന് വന്നില്ലേ? മുസ്ലിം ലീഗിനെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ്. നേരെ മറിച്ച് കോടതി പരാമർശമല്ലല്ലോ. കോടതി പരാമർശം വരുമ്പോൾ ലീഗ് നേതാക്കൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ അപ്പം ചർച്ച ചെയ്യാം. അല്ല, ഈ മുസ്ലിം ലീഗിന്റെ ഈ പറഞ്ഞ പേരുകളിലൊക്കെ ഇപ്പോൾ പോക്സോ കേസ് വന്നിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റു കേസുകൾ വന്നിട്ടുള്ളതും ഒക്കെ, ഫാഷൻ കോഡ് തട്ടിപ്പിൻ്റെ കേസുകളും ഒക്കെ വന്നതൊക്കെ കോടതിയിലൊക്കെ എത്തി അവിടെ വിചാരണയൊക്കെ കഴിഞ്ഞ് അകത്തായ ആളുകളുടെയും കൂടി കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ ആരോപണം അല്ലല്ലോ. KT ജലീൽ പറഞ്ഞതല്ലല്ലോ. ഇവിടെ നേരത്തെ വിശദീകരിച്ചല്ലോ. അവിടെ ഈ പറയുന്ന ഭൂമി തട്ടിപ്പ് നടത്തി അവിടെ
മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഭാര്യയുടെ പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ആരോപണമാണോ? തെളിവുള്ള കാര്യമല്ലേ? നോക്കൂ, പ്രാദേശികമായ നേതാക്കൾക്കിടയിലെ എല്ലാ പാർട്ടികളിലും പ്രശ്നങ്ങളും അവർക്കെതിരെ കുറ്റാരോപണങ്ങളും അറസ്റ്റും കോടതി വിധിയും ജയിൽവാസവും ഒക്കെ ഉണ്ടാകും. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പൊതു രാഷ്ട്രീയമാണ്. അതിൽ നിങ്ങൾ ലീഗിനെയാണ് നിങ്ങൾ കയ്യിൽ ചർച്ചയ്ക്കെടുത്തത്. അതുകൊണ്ട് ലീഗിനെ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചർച്ച നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. ആയിക്കോട്ടെ, ആ വിഷയത്തിൽ ഞാൻ എൻ്റെതായ രാഷ്ട്രീയ നിഗമനങ്ങളും പറഞ്ഞു. ഇല്ല, ഞാൻ ലീഗിനെ മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് കൊണ്ടുവന്നതല്ല. ലീഗ് ഒരു മുന്നണിയുടെ ഭാഗമായ പാർട്ടി ആയതുകൊണ്ട് ആ മുന്നണിക്കുള്ള ഉത്തരവാദിത്വം കൂടി ഞാൻ ചർച്ച ചെയ്തിരുന്നു. അത് കണ്ടില്ല. ഞാൻ വരാം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് വസീഫ് ഇതിനൊരു മറുപടി വേണം. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന് വലിയ പുരോഗമനം ഉണ്ടായിട്ടുണ്ട്, പുതിയ ചെറുപ്പക്കാരൊക്കെ പുരോഗമനവാദികളാണ് മുസ്ലിം ലീഗിലുള്ളത്, പണ്ടത്തെ മുസ്ലിം ലീഗ് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്ത് പുരോഗമന വന്നത്? 123 കിലോ കഞ്ചാവാണ് മഷൂദ് എന്ന് പറയുന്ന ദേലമ്പാടിയിലെ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് നേതാവിൻ്റെ കൈവശം കർണാടക പോലീസ് പിടിച്ചത്. മറന്നുപോയോ നിങ്ങൾ? ഇപ്പം അടുത്ത് 123 കിലോ കഞ്ചാവ്. പുരോഗമനം. ഫൈസൽ എടശ്ശേരി എന്താ കൊണ്ടുവന്നത്? 8 സ്വർണ്ണ ബിസ്ക്കറ്റാ. ജില്ലാ പഞ്ചായത്ത് മെമ്പറാ, മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പുരോഗമനപരമായ രീതിയിൽ സ്വർണം കടത്തി, കസ്റ്റംസ് പിടിച്ചു. മറ്റൊരു നേതാവ് 25 കോടി രൂപ 200 പേരിൽ നിന്ന്, അതും മുസ്ലിം ലീഗുകാരായിട്ടുള്ളവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നിക്ഷേപം എന്ന പേരിൽ വാങ്ങി തട്ടിപ്പ് നടത്തി. പുരോഗമനപരം. പിന്നെയോ മറ്റൊരാൾ കവളപ്പാറയിലെ പാവങ്ങൾക്ക് വേണ്ടി പണം പിരിച്ച് ഭൂമി വാങ്ങി ആ ഭൂമിയിൽ തട്ടിപ്പ് നടത്തി 25 സെന്റ്. പഞ്ചായത്ത് മെമ്പർ പോത്തുകല്ല്. പുരോഗമനപരം അല്ലേ? പിന്നൊരാൾ ആരാ? ഗഫൂർ കോൽക്കളത്തിൽ. പുരോഗമനപരമായി അല്പം ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിക്കളയാം എന്ന് കരുതി ബീഹാറിൽ പോയി സർട്ടിഫിക്കറ്റ് സ്വന്തം ഉണ്ടാക്കി മുസ്ലിം ലീഗ് ഹോൾസെയിലായി കൊടുക്കുക. ഒരുപാട് കേസുണ്ട് ഇങ്ങനത്തെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട്. അങ്ങനെ പുരോഗമനപരമായി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തൻ്റെ പ്രൊമോഷന് വേണ്ടി ഹാജരാക്കി. അത് പിടിക്കപ്പെട്ടപ്പോൾ തിരിച്ചെടുത്ത് വീണ്ടും പുരോഗമനപരമായി മാതൃക കാണിച്ചു. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാ മുസ്ലിം ലീഗ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും നടത്തി സാധാരണക്കാരായ പ്രവർത്തകരെ കബളിപ്പിച്ച് അവരെ ഊറ്റിയെടുത്ത് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കൊള്ള സംഘമായി മുസ്ലിം ലീഗ് ഇന്ന് കേരളത്തിൽ മാറിയിട്ടുണ്ട്. ആ മുസ്ലിം ലീഗാണ് അവരുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് പുറകോട്ട് പോകേണ്ടത്. ആ മുസ്ലിം ലീഗിനോടാണ് ഞങ്ങൾ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ആ മുസ്ലിം എന്നുള്ള നാമം ആ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിൽ നിന്ന് മാറ്റണം എന്നുള്ളത്. പവിത്രമായ ആ നാമം കണ്ട് തെറ്റിദ്ധരിച്ച് ഒരുപാട് പ്രവർത്തകർ നിങ്ങളുടെ നേതാക്കന്മാർക്ക് പണം കൊടുക്കുകയാണ്. പോവുകയാണ്. പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. പ്രതിപക്ഷത്തിരുന്നാൽ ഇങ്ങനെയൊക്കെ ആകാമെന്നാണോ? ഭരണത്തിൽ വരുമ്പോൾ മാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയോ? ഭരണത്തിൽ വരാൻ കുറച്ച് വൈകുകയാണെങ്കിൽ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ കിട്ടുകയാണെങ്കിൽ ജനങ്ങളുടെ പണം കൊള്ളയടിക്കാമെന്നാണോ? തട്ടിപ്പിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാമെന്നാണോ? ഇതിനൊക്കെ കൈയടിച്ചു കൊടുക്കാൻ നാളെ ഏതെങ്കിലും കാലത്ത് ഭരണത്തിലേക്ക് വരുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടികൾ സമ്മതിച്ചു കൊടുക്കുമോ? മൗനം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ പാർട്ടിക്ക്? ശ്രീ എം ജയചന്ദ്രൻ, താങ്കളിലേക്ക് തന്നെ ആദ്യം വരുന്നു. ഇതാ നോക്കൂ, വഖഫ് ട്രിബ്യൂണൽ പോലെ സാമ്പത്തിക തട്ടിപ്പുകൾക്കായി പ്രത്യേക ട്രിബ്യൂണൽ, മുസ്ലിം ലീഗിൻ്റെ തട്ടിപ്പുകൾ വിചാരണ ചെയ്യാനായി പ്രത്യേക ട്രിബ്യൂണൽ വേണമെന്നാണ് KT ജലീലിൻ്റെ ആവശ്യം. ലീഗ് ഇതൊരു വെല്ലുവിളിയായി നേരിടാൻ തയ്യാറാകേണ്ടതല്ലേ? ധൈര്യം കാണിക്കുമോ അവരാരെങ്കിലും? എം ജയചന്ദ്രൻ, താങ്കളോടാണ്. യെസ്, എം ജയചന്ദ്രനിലേക്ക് ഞാൻ വരാം. ഈ ചോദ്യം ഞാൻ ശ്രീ എൻ ശ്രീകുമാർ താങ്കളിലേക്ക് വെക്കുന്നു. അല്ല, ട്രൈബ്യൂണൽ രൂപീകരിക്കേണ്ടത് ആരാണ്? CPM ആണ്. ആദ്യം അതാ ഞാൻ പറഞ്ഞത്, ഭരണം ട്രിബ്യൂണൽ രൂപീകരിക്കുമോ എന്നല്ല, രൂപീകരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ പരിഹാസമാകാം, അല്ലെങ്കിൽ കാര്യമായിട്ട് ആവശ്യപ്പെട്ടതാകാം. ഇതിനൊരു പ്രതികരണം കൊടുക്കാൻ, വെല്ലുവിളിയായി ഏറ്റെടുത്ത് പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകണ്ടേ? എന്തിനാണത്?
വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഒരാക്ഷേപം ഉന്നയിച്ചാൽ അതിനെ പ്രതികരിക്കാൻ വേണമെങ്കിൽ പ്രതികരിക്കും, വേണ്ടെങ്കിൽ പ്രതികരിക്കില്ല. ഇപ്പം നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ എന്താണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്? അദ്ദേഹത്തിന് തോന്നിയില്ല പ്രതികരിക്കാൻ. കാരണം ADGP വിഷയത്തിലെ കോടതി വിധിയെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. പല കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കാം. പക്ഷേ പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? അതുപോലെ ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും അവരവരുടേതായ ഭാഷയിൽ പ്രതികരിക്കാം. അല്ല, ആ കാര്യത്തിൽ കോൺഗ്രസോ മറ്റുള്ളവരോ ഒക്കെ പറയുന്നതിൽ ഇപ്പൊ ADGPയുടെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് പോലും അത്ര വില കൽപ്പിച്ചാൽ മതി എന്ന് താങ്കൾ അവരെ ഉപദേശിക്കുകയാണോ ഇപ്പോൾ? ADGP വിഷയത്തിൽ കോടതി നടത്തിയ പരാമർശത്തിൽ ആദ്യം CPM വിശദീകരിക്കട്ടെ, വസീഫ് വിശദീകരിക്കട്ടെ, എന്നിട്ടല്ലേ നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. ആദ്യം സ്വന്തം പാർട്ടിയുടെ കാര്യത്തിലേക്ക് ഒരു വിശദീകരണം. അപ്പോൾ ഇതേ ന്യായം എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഉണ്ടാകാത്തത്? KT ജലീൽ ഒരു മുൻ മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് പോയ ആളായതുകൊണ്ട് രാഷ്ട്രീയമായി അവഗണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തീർന്നോ? വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമില്ല എന്ന് ആളുകൾ പറയില്ലേ? അല്ല, ധൈര്യമില്ല എന്നൊക്കെ നമ്മൾ ഈ ചാനലിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഉദാഹരണം പറയുക, ഇപ്പോൾ നേരത്തെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞു, ലീഗ് നേതാവ് നമ്മുടെ മുൻ മന്ത്രി നമ്മുടെ എറണാകുളത്തുള്ള ഹംസ കുഞ്ഞിനെതിരെ നമ്മളുടെ കോടതി പരാമർശമുണ്ടായ പാലമണിയുമായി ബന്ധപ്പെട്ട് ആ പാലമണിയുമായി ബന്ധപ്പെട്ടുണ്ടായതിന് ശേഷം ഇപ്പോൾ എന്നും റോഡ് ഇടിയുന്നു, പാലം വീഴുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ എന്താ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കൂട്ടത്തിൽ ദേശീയപാതയുടെ കാര്യത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, നമുക്കത് അറിയാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുമുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. മുസ്ലിം ലീഗ് ചോദിച്ചാൽ ഉടനെ പാലാരിവട്ടം എന്ന മറ്റേ പ്രയോഗം വരും, അപ്പോഴേക്കും അവിടെ ഉണ്ടായിരിക്കും. ഇതാണ് പ്രശ്നം. എല്ലായിടത്തും അതുണ്ട്. ഞാൻ വരാം, എനിക്ക് സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. വസീഫ് മറുപടി. ഇവിടെ നമ്മൾ കാണേണ്ടത്, മുസ്ലിം ലീഗ് ഇപ്പോൾ 2 ടേം പ്രതിപക്ഷത്തായിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കുറച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് മുസ്ലിം ലീഗ് എന്ന് പൊതുവെ മുസ്ലിം ലീഗിനെതിരെ ഒരു ആക്ഷേപമുണ്ട്. അപ്പോൾ എന്ത് വിധേനയും ഇപ്പോൾ നോക്കൂ, നിങ്ങൾ പഞ്ചായത്ത് മെമ്പറായി വന്നാൽ അവിടെ തട്ടിപ്പ് നടത്തുക, ജില്ലാ പഞ്ചായത്ത് അംഗമായി വന്നാൽ അവിടെ തട്ടിപ്പെടുത്തുക, അതിനൊരു കൺസോർഷ്യം ഉണ്ടാക്കുക. ഇവർ അങ്ങനെയാണ് തട്ടിപ്പടത്തുന്നത്. അതല്ല ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേര് ലഹരി കടത്തുക, കുറച്ച് പേര് സ്വർണം കടത്തുക. ഇവരുടെയൊക്കെ മുകളിൽ ഇവരുടെ നേതൃത്വം ഇങ്ങനെ ഇരിക്കുക. ആരോടാണ് ഇവർക്ക് ബാധ്യതയുള്ളത്? എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക? എല്ലാ കാലഘട്ടത്തിലും. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ വയനാടിൽ ഭൂമി വാങ്ങി ഞങ്ങളാണോ ആക്ഷേപം ഉന്നയിക്കുന്നത്? അല്ലല്ലോ, ഇവർക്കുള്ളിലല്ലേ. പാവങ്ങൾക്കിടയിൽ നിന്ന് പണം പിരിച്ച്, അതും എന്ത് പറഞ്ഞിട്ട് ഗവൺമെന്റിന് പണം കൊടുക്കണ്ട, അത് ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങളത് നേരായ മാർഗത്തിൽ ഉപയോഗിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പവിത്രമാണ് എന്ന് കരുതിയ ആളുകൾ ഈ മുസ്ലിം ലീഗിനെ വിശ്വസിച്ചു പോവുക. എന്നിട്ട് ഇവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാ? തുടക്കത്തിൽ സുനാമി, വയനാട് ഫണ്ട്, കവളപ്പാറയിൽ അങ്ങനെ വ്യാപകമായി പിരിച്ച പണത്തിന് ബാക്കിയുള്ളത്. സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതിയും ഒക്കെ ആരോപണമുള്ള ഒരു പാർട്ടിയെയാണ് തങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്ന് കോൺഗ്രസിന് ഒരു നാണവും തോന്നുന്നില്ല, ഒരു നാണക്കേടും തോന്നുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായി കണ്ടാൽ മതിയോ? നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്ന പരിമിതിയാണ് എൻ്റെ മുമ്പിലുള്ളത്. വാസ്തവത്തിൽ ഇതിലും എത്രയോ ഗുരുതരമായ ഗ്രേവ് ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകൾ. ഈ സാമ്പത്തിക തട്ടിപ്പ്, നിക്ഷേപ തട്ടിപ്പ്, പോക്സോ കേസുകൾ, ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യൽ, ഇങ്ങനെയുള്ള നിരവധി കേസുകളായിട്ട്, പിന്നെ വസീഫ് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് കള്ളക്കടത്തുകളില്ലേ, അതടക്കമുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതൊന്നുമല്ല വിഷയം. വിഷയം എന്താണ്? ADGPക്കെതിരെ കോടതി ഒരു പരാമർശം നടത്തി. ഉത്തരവല്ല കേട്ടോ, പരാമർശം പോലും ഗൗരവമായി എടുക്കണം എന്നാണ് പ്രിയ സ്നേഹിതൻ ശ്രീ N. ശ്രീകുമാർ പറയുന്നത്. എടുക്കാം.
പക്ഷേ അതിനേക്കാളിലും ഗൗരവമുണ്ട് കേരളം ഭരിച്ചിരുന്ന ഇനിയും അടുത്ത തവണ ഭരിക്കാൻ കഴിയും എന്ന് എപ്പോഴും പറഞ്ഞു നടക്കുന്ന UDF-ലെ രണ്ടാമത്തെ വലിയ കക്ഷി, അതിന്റെ നേതാക്കൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്തായാലും അത് ഒരുപക്ഷെ എം ജയചന്ദ്രനെ പോലെ വി വസീഫിനെ പോലെ വളരെ ആർജവത്തോടു കൂടി ഉറക്കെ പറയണമെന്ന് എൻ ശ്രീകുമാറിന്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം, മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന ചൊല്ല് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ വല്ലാതെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിച്ച് ചർച്ച അവസാനിപ്പിക്കാം. മുസ്ലിം ലീഗ് ഇതൊരു സൂചനയായി മാത്രം കണ്ട് നിലപാട് പറയുക. ആ നിലപാട് പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് നിങ്ങളെ അല്ലെങ്കിൽ UDF എന്ന മുന്നണിയിൽ ആരെയെങ്കിലുമൊക്കെ ഈ താഴെത്തട്ടിലുള്ള ഭരണ സംവിധാനങ്ങളിലൂടെ ഞങ്ങളുടെ സ്വത്ത് നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ നാളെയും ഇതുപോലെ അടിച്ചുമാറ്റി ഭാര്യയുടെ പേരിൽ സ്വത്ത് എഴുതി വെക്കുന്ന അംഗങ്ങൾ ഉണ്ടായാൽ അതൊരു പാർട്ടിക്കും ഭൂഷണമല്ല. ഓർമ്മിക്കുക. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് വി വസീഫ്, എൻ ശ്രീകുമാർ, ഒപ്പം എം ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.